മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല. നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുണ്ടെങ്കിൽ അത് വെറുപ്പിൻ്റെ ലക്ഷണമല്ല, അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ്. ഭക്തരെ, പെട്ടെന്ന് വരുന്ന ദേഷ്യവും വാക്കുകളും അത് മറ്റുള്ളവരിൽ വരുത്തുന്ന മുറിവിൻ്റെ ആഴം അത് വലുതാണ്. നിങ്ങളുടെ മനസ്സിനോളം നിങ്ങളെ ശല്യപ്പെടുത്താൻ ലോകത്ത് മറ്റൊന്നിനും കഴിയില്ല. മനുഷ്യർ പലതും മറക്കും, പക്ഷേ ചിരിച്ച മുഖത്തോടെ ചതിച്ചവരെ ആരും ഒരിക്കലും മറക്കില്ല. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാളെ ശല്യം ചെയ്യാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. ഭക്തരെ, മനം മടുക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും തീരുമാനമെടുക്കേണ്ടത് ജീവനെടുക്കാൻ ആവരുത്, ജീവിച്ചു കാണിക്കാൻ ആയിരിക്കണം. അവരെയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കണം. ചില മനുഷ്യർ സ്നേഹിക്കും, പക്ഷേ പറയില്ല. ചിലർ പറയും, പക്ഷേ സ്നേഹിക്കില്ല. ഭക്തരെ, പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതവുമില്ല, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമില്ല. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടു പോയേക്കാം, അവഗണിക്കപ്പെട്ടേക്കാം. എന്നാലും ഒന്നിനും ആരുടെയും കാലു പിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും. ഭക്തരെ, ജീവിതത്തിൽ ആരൊക്കെ വന്നാലും തളർന്നപ്പോൾ താങ്ങിയ കൈകളെയും സങ്കടങ്ങളിൽ തണലേകിയ ആളുകളെയും മറക്കാതിരിക്കുക. വേദനയുടെ ആഴം അറിയുന്നവർക്കു മാത്രമേ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് ഉണ്ടാവുകയുള്ളൂ. അഹങ്കാരം പണത്തെ കാണിക്കുന്നു, സംസ്കാരം കുടുംബത്തെ കാണിക്കുന്നു, സംസാരം വ്യക്തിത്വത്തെ കാണിക്കുന്നു, സംവാദം അറിവിനെ കാണിക്കുന്നു, നോട്ടം മുഖലക്ഷണത്തെ കാണിക്കുന്നു, സ്പർശനം ഉദ്ദേശത്തെ കാണിക്കുന്നു. ഭക്തരെ, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവ പോലെയായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക, ആ ലക്ഷ്യം നേടാനായി പരിശ്രമിക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.